എടാ ഒരു 10,000 രൂപയുടെ കേസില്ലയോ, അത് ഞാൻ എവിടെ നേരം മറിച്ച് എനിക്ക് ശരിയാക്കി തരാം. നീ ധൈര്യമായിട്ടിരിക്കും. എന്റെ ധൈര്യം ഒന്ന് ചോർന്നു പോയതാ. നീ എന്തോ ഇവിടെ? ഞാനിവിടെ എല്ലാവരും എവിടെ നിക്കണം? നീ എന്ത് തന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ ആർക്ക് പൈസ കൊടുക്കുന്ന കാര്യോ പറഞ്ഞത്? ഓ, അത് നമ്മളെ ശരത്തില്ലയോ, അവന് ഞാൻ ഒരു 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അവനെന്തോ അത്യാവശ്യം. ഇവിടെ അത്യാവശ്യം ഒന്നും ഇല്ലയോ? ഇവിടെ എന്തോ അത്യാവശ്യം. കൊച്ചിങ്ങടെ ഫീസ് കൊടുത്തോ? കൊച്ചിന്റെ ഫീസ് കൊടുത്തില്ലയോ? ബസ് ഫീസ് കൊടുത്തോ? അതും കൊടുത്തില്ലയോ? കറണ്ട് ചാർജ് അടച്ചോ? ഇതൊന്നും അടച്ചില്ല. എന്നിട്ടാണ് നിങ്ങൾ ആ തല്ലിപ്പൊളി ശരത്തിന് പൈസ കൊടുക്കാന്ന് പറയുന്നത്? അവനെങ്ങാണ് നിങ്ങൾ പൈസ കൊടുത്താ നിങ്ങൾ പിന്നെ തീർന്നെന്ന് കരുതിയാ മതി. ശരത്ത് വിളിക്കുന്നു. എടുത്തിട്ടേ പൈസ റെഡി ആയില്ലെന്ന് പറ. അളിയാ പൈസ വേണ്ട കേട്ടോ, പൈസയൊക്കെ റെഡിയായി. ഞാൻ വേറെ ഒപ്പിക്കുകയും ചെയ്തു കേട്ടോ. എടാ ശരത്തെ, നിനക്ക് പൈസ തരാൻ വേണ്ടി എന്റെ ചേട്ടൻ എന്തോരം പേരെ വിളിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ എന്റെ കുടുംബശ്രീന്ന് വരെ പെണ്ണുങ്ങളെ വിളിച്ച് ചോദിച്ചു പൈസ ഉണ്ടോ, ഒരു 10,000 രൂപ ഇങ്ങോട്ട് തരാൻ. നിനക്ക് വേണ്ടിയാ. എന്തുവായാലും നിനക്ക് പൈസ കിട്ടിയല്ല. പൈസ കിട്ടിയില്ല കേട്ടോ, ചേച്ചിക്ക് ഇഷ്ടമാകില്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാ. സത്യത്തിൽ എനിക്ക് 20,000 രൂപയാണ് വേണ്ടത്. ചേച്ചി അത് കുടുംബശ്രീന്നെങ്ങാനും ഒന്ന് റെഡിയാക്കി തരുമോ? അയാൾ ചേച്ചി എൻ്റെ പെങ്ങളെ പോലല്ലയോ, അതുകൊണ്ടല്ല ഈ ആങ്ങളെ ഒന്ന് സഹായിക്കാൻ തോന്നിയത്. ആയാലും ചേച്ചി പൈസ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണേ ചേച്ചി. എന്റെ ഈശ്വര, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. എന്തൊരു ചൂട്. ഞാനേ കുളിച്ചിട്ട് വരേ. നിക്ക് മനുഷ്യ, നിങ്ങൾ ഇതിലൊരു തീരുമാനം ആക്കിയിട്ട് പോയാ മതി. അതൊക്കെ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്. നിങ്ങൾ ആങ്ങളെയായി, പെങ്ങളായി, നിങ്ങളായി, നിങ്ങളുടെ പാടായി. നമ്മളില്ലേ